നമ്മുടെ സമൂഹത്തിൽ എല്ലാ ആളുകൾക്കും ഒരുപോലെ സ്നേഹവും ആദരവും നൽകേണ്ടത് വളരെ ആവശ്യമാണ്. ഓരോ വ്യക്തിയുടെയും വ്യത്യാസങ്ങളെ സ്വീകരിക്കുകയും അവരുടെ അവകാശങ്ങളെ ഒരുപോലെ മാനിക്കുകയും ചെയ്യണം. ദൈനംദിന ജീവിതത്തിലെ സാമൂഹിക മുൻവിധി എന്നത് ആളുകൾ അവരുടെ വംശം, ലിംഗഭേദം, പ്രായം, രൂപം, വൈകല്യം അല്ലെങ്കിൽ മറ്റ് സവിശേഷതകൾ എന്നിവ കാരണം അനുഭവിക്കുന്ന നിഷേധാത്മക മനോഭാവത്തെ സൂചിപ്പിക്കുന്നു. ഈ മുൻവിധികൾ പലപ്പോഴും ദൈനംദിന സാഹചര്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ആളുകളുടെ അവസരങ്ങൾ, ബന്ധം, ക്ഷേമം എന്നിവയെ ബാധിക്കുകയും ചെയ്യും. അന്യായമായി വിധിക്കപ്പെടുന്നവരുടെ ജീവിതം ദുഷ്കരമാക്കപ്പെടുന്നു. അത് വൈകാരിക വേദന ഉണ്ടാക്കുകയും ചെയ്യുന്നു. വ്രണപ്പെടുത്തുന്ന പദങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ രൂപം, വൈകല്യം അല്ലെങ്കിൽ പശ്ചാത്തലം എന്നിവയെക്കുറിച്ച് തമാശകൾ പറയുന്നത് ആളുകളുടെ അഭിമാനത്തിന് ഹാനികരമായേക്കാവുന്ന മുൻവിധിയുടെ ഒരു സാധാരണ രൂപമാണ്. അത്തരത്തിലുള്ള ഒരു കഥയാണ് നാം ഇന്ന് കേൾക്കുന്നത്. അദൃശ്യതയിലേക്ക് അപ്രത്യക്ഷമാകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെയും തളരാത്ത ഹൃദയവുമായി ജീവിക്കുന്ന ഒരമ്മയുടെയും കഥ. ഇനി നമുക്ക് അവരുടെ ലോകത്തേക്ക് ചുവടുവയ്ക്കാം. തിരക്കേറിയ റെയിൽവേ നഗരത്തിൻ്റെ ഒരു കോണിൽ ജീവിതങ്ങളുടെ പലപ്പോഴും കാണാത്ത ഒരു ലോകമുണ്ട്. ജീവിതത്തിലെ നിരന്തരമായ പരീക്ഷണങ്ങൾക്കിടയിലും പ്രതീക്ഷകൾ നിലനിൽക്കുന്ന, ചെറിയ സന്തോഷങ്ങൾ കഠിനമായി നേടിയെടുക്കുന്ന ഒരു ലോകം. ഇത് ഒരമ്മയുടെയും അവളുടെ കുട്ടിയുടെയും കഥയാണ്. അവിടെ ഒരു പ്രാർത്ഥന മതിയാകും നിഴലുകൾക്ക് നടുവിൽ തെളിച്ചമുള്ള പാത വെട്ടിത്തെളിക്കാൻ. പ്രാർത്ഥന കഴിഞ്ഞ് ഓലക്കീറിനകത്തേക്ക് ദേവിയുടെ ഫോട്ടോ അമ്മ തിരികെ വെച്ചു. റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഓലമേഞ്ഞ ഒറ്റമുറി വീട്ടിൽ പതിവ് പോലെ അമ്മയും കുട്ടിയും ഒരുക്കത്തിലാണ്. കുട്ടിയെ സ്കൂളിൽ വിട്ടിട്ട് വേണം അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ. ഞാനിനി സ്കൂളിൽ പോണില്ലമ്മേ, എല്ലാവരും എന്നെ കളിയാക്കുന്നു. ഇത് പറയുമ്പോൾ അമ്മ കുട്ടിക്കരിയിലായി മുട്ടുകുത്തി നിൽക്കും. കുട്ടി സ്കൂളിൽ പോയാലല്ലേ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റൂ? കുട്ടിയെ നോക്കി ചിരിച്ചു എന്ന് വരുത്തും. മുത്തം കൊടുക്കും. കഴിഞ്ഞ പൂരത്തിന് വാങ്ങിയൊരു കണ്ണടയും കൂടി വെച്ച് അമ്മയും കുട്ടിയും തിരക്കിലേക്ക് ഇറങ്ങും. കുട്ടിയെ സ്കൂളിലാക്കി റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോഴേക്കും പകരക്കാരി ചേച്ചി ധൃതി വയ്ക്കുന്നുണ്ടാവും. മറുപടിയൊന്നും പറയാതെ അവരിൽ നിന്നും ബുക്കും പേനയും വാങ്ങി ജോലി തുടങ്ങും. പാത്തിങ്ങിൽ വണ്ടികൾ വരവ് തുടങ്ങിയാൽ പിന്നെ വൈകുന്നേരം ചേച്ചി വരുന്നതുവരെ നിൽക്കാനും ഇരിക്കാനും സമയം കിട്ടില്ല. സ്കൂളിൽ മറ്റു കുട്ടികൾ കുട്ടിയെ കണ്ടപാടെ കളിയാക്കാൻ തുടങ്ങും. അവർക്ക് മുഖം കൊടുക്കാതെ കണ്ണട ഒന്നുകൂടി ഉയർത്തി വെച്ച് ക്ലാസ്സിലേക്ക് കയറും. ബാഗ് ഡെസ്കിൽ വെച്ച് കുട്ടി തല കുനിച്ചിരിക്കും. പോക്കറ്റിൽ നിന്നും ശർക്കര കഷ്ണം ഉറുമ്പിൻ കൂട്ടത്തിലേക്ക് ഇട്ടുകൊടുത്ത് നോക്കിയിരിക്കും. ഉറുമ്പുകളുടെ വെപ്രാളം കണ്ട് ചിരിക്കും. അവരോട് മെല്ലെ സംസാരിക്കും. ചങ്ങാത്തം കൂടും. അതിൽ ചിലർ വന്ന് കുട്ടിയുടെ ചെരുപ്പിടാത്ത കാലിൽ മുത്തം കൊടുക്കും. പുതുതായി വന്ന ടീച്ചർ ഡെസ്കിൽ തട്ടിയപ്പോഴാണ് അവൻ ഉറുമ്പിൻ കൂട്ടത്തിൽ നിന്നും തല ഉയർത്തിയത്. അതെന്താ കുട്ടി മാത്രം ഈ ക്ലാസ്സിൽ കൂളിംഗ് ഗ്ലാസും വെച്ചിരിക്കുന്നേ? ടീച്ചർ ചോദിച്ചു. സംസാരിച്ചു തുടങ്ങാൻ ടീച്ചർക്ക് ഒരു വിഷയം കിട്ടിയെന്ന പാടായി. ക്ലാസ്സിൽ ചിരി പടർന്നു. ഒറ്റക്കണ്ണനാ ടീച്ചറേ, ചിരിയിൽ നിന്നൊരുത്തൻ വിളിച്ചു പറഞ്ഞു. മറുപടി വന്ന വഴിക്ക് കുട്ടി തിരിഞ്ഞു നോക്കി. എല്ലാവരും നിശബ്ദരായി. കണ്ണട ഊരി മാറ്റൂ, ടീച്ചർ പറഞ്ഞു. കുട്ടി കണ്ണട ഊരി മാറ്റി. ഭയപ്പാടോടെ ടീച്ചർ ഒരടി പുറകോട്ട് ഇളഞ്ഞു നിന്നു. പുറത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. കുട്ടിയുടെ ചുറ്റും ഇരുട്ട് കയറി. കൂട്ടച്ചിരി കുട്ടിയുടെ കാതുകളിൽ കിടന്നു മുഴങ്ങി. ബാഗുമെടുത്ത് കുട്ടി ഇറങ്ങിയോടി. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മഴ തകർത്ത് പെയ്യാൻ തുടങ്ങി. അവന് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. പതിവ് പോലെ റെയിൽവേ പാലത്തിൻ്റെ പുറകിൽ പൊന്തക്കാട്ടി ബാഗും തലയിൽ വെച്ച് കുട്ടി അരിശത്തോടെയിരുന്നു. മഴയത്ത് വാടി നിന്ന തൊട്ടാവാടി കൂമ്പുകളിൽ കുട്ടിയുടെ കൺമശി പുരണ്ടു. വൈകുന്നേരം വീട്ടിലേക്കുള്ള വഴിയിൽ കുട്ടി അമ്മയോട് ചോദിച്ചു, എനിക്കെന്താ എല്ലാരെയും പോലെ രണ്ടു കണ്ണില്ലാത്തേ? കണ്ണില്ലാത്തടത്തിൽ കൺമഷി കൊണ്ടുരച്ച് അമ്മയെന്നും അവനെ സമാധാനിപ്പിക്കും. ദേവിയുടെ ഫോട്ടോ എടുക്കും, പ്രാർത്ഥിക്കും. കുട്ടിയെ സ്കൂളിലാക്കി ജോലിക്ക് പോകും. കുട്ടി ജനിച്ചതേ ഒരു കണ്ണുമായാണ്. മറുകണ്ണ് വേണ്ടിയിടത്ത് ഒരു പാട് പോലുമില്ല. തീർത്തും മാംസം. പുരികൻ പോലുമില്ലാതെ
എങ്കിലും ഇല്ലാത്ത കണ്ണിൻ്റെ അഴക് കൂടി ഈ ഒരു കണ്ണിനുള്ളതുപോലെ തോന്നും. കുളി കഴിഞ്ഞു വന്ന കുട്ടിക്ക് അമ്മ കണ്ണു വരച്ചു കൊടുത്തു. ഓലക്കീറിനുള്ളിൽ നിന്നും ദേവിയുടെ ചിത്രമെടുത്ത് അമ്മയും കുട്ടിയും പ്രാർത്ഥിക്കാനിരുന്നു. അവരുടെ ജീവിതം പോലെ തന്നെ ദേവിയുടെ ചിത്രവും അഴുകി തുടങ്ങിയിരുന്നു. അമ്മ എന്താ പ്രാർത്ഥിക്കുന്നേ? അവൻ അങ്ങനെയൊന്നും ചോദിക്കാറുണ്ടായിരുന്നില്ല. ദേവിയോട് മോൻ്റെ വിഷമങ്ങൾ പറയേ, ദേവി എല്ലാം സാധിച്ചു തരും. മനസ്സിലായതുപോലെ കുട്ടി തലയാട്ടി ചിരിച്ചു. അമ്മേ, ദേവി എന്തും സാധിച്ചു തരുമോ? കഞ്ഞി പകർത്തിക്കൊണ്ടിരുന്ന അമ്മയോട് പുറകിൽ വന്ന് കുട്ടി ചോദിച്ചു. അവൻ്റെ കവിളിലൊന്ന് തഴുകി അമ്മ മറുപടി പറഞ്ഞു. എന്തോ. അമ്മ ചിരിച്ചു. കൂടെ അവനും. പുറത്ത് മഴ തകർത്ത് പെയ്യുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിനരികെ മഴ ചോർന്നൊലിച്ചു. കസേരയിൽ കയറി നിന്ന് അമ്മ ഓലക്കീറുകൾ ചേർത്ത് വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ചോർച്ച കുറച്ചുകൂടെ ശക്തമായതേയുള്ളൂ. എങ്കിൽ എനിക്ക് അപ്രത്യക്ഷനാകണം അമ്മേ. അമ്മ ഒന്നു ഞെട്ടി. അല്പസമയം അമ്മ കസേരയിൽ തന്നെ നിന്നു. മരവിച്ചു പോയിരുന്നു അവർ. കഞ്ഞി കുടിക്കാതെ ആലോചിച്ചിരുന്ന കുട്ടിയുടെ അരികിലിരുന്ന് അമ്മ പറഞ്ഞു. കുറച്ച് വലുതായാൽ ഇതൊക്കെ മാറും. എൻ്റെ കുട്ടി വേഗം വലുതാകൂ. ചോർന്നൊലിക്കുന്നിടത്തു നിന്നും രണ്ടുപേരും മാറിയിരുന്നു. കഞ്ഞി കുടിക്കുന്നതിനിടയിലും കുട്ടി പറഞ്ഞു. ഇല്ലമ്മേ, എനിക്ക് അപ്രത്യക്ഷനാകണം. അപ്പോൾ ആർക്കും എന്നെ കാണാൻ കഴിയില്ലല്ലോ കളിയാക്കാൻ. കുട്ടിയുടെ പ്രാർത്ഥന കേട്ടാണ് അമ്മ ഉറക്കമുണർന്നത്. കുട്ടിയെ അമ്മ മടിയിലേക്ക് ചേർത്ത് കിടത്തി. ശക്തമായ കാറ്റും മഴയും പുറത്തു തകർക്കുകയാണ്. ചോരുന്നെടുത്ത് വെച്ച പാത്രം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകി തുടങ്ങി. പരിഹാസം കൂടുന്നതിനനുസരിച്ച് കുട്ടി അപ്രത്യക്ഷനാകാനുള്ള പ്രാർത്ഥനയും കൂടി. സമയം കിട്ടുന്നിടത്തൊക്കെ കുട്ടി പ്രാർത്ഥിച്ചു. വല്ലാതെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ എന്നാൽ ഇനി കുട്ടി സ്കൂളിൽ പോകണ്ട എന്നമ്മ പറഞ്ഞു. നാളെ മുതൽ എൻ്റെ കൂടെ ജോലിസ്ഥലത്തേക്ക് പോരെ, എനിക്കൊരു കൂട്ടുമാകുമല്ലോ. രണ്ടുപേരും ജോലിക്ക് പോയി തുടങ്ങി. വഴിയിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ കാണുമ്പോൾ അമ്മയുടെ അരികു മാറി പതുങ്ങും. അമ്മയും കുട്ടിയും പാർക്കിങ്ങിൻ്റെ ഇരുവശങ്ങളിലും നടന്ന് പിരിവ് തുടങ്ങി. വലിയൊരു ബഹളം കേട്ടാണ് അമ്മ അങ്ങോട്ട് ഓടിച്ചെന്നത്. കുട്ടി ദേഷ്യത്തോടെ നിന്ന് വിറക്കുന്നു. അരികിൽ ഒരു കൂട്ടം സൈക്കിളുകൾ ഒരു പയ്യനോടൊപ്പം മറിഞ്ഞു കിടക്കുന്നു. വീണവൻ എഴുന്നേറ്റ് വന്ന് കുട്ടിയുടെ കഴുത്തിന് പിടിച്ചു. അമ്മയോട് ചേർന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒറ്റക്കണ്ണനെ പിന്നെ എന്ത് വിളിക്കണം എന്ന് തള്ളിയിട്ടവൻ. ആളുകൾ കൂടി. രണ്ട് കണ്ണുള്ളവനെ നീയൊക്കെ എന്താടാ വിളിക്കുന്നേ? അതും പറഞ്ഞുകൊണ്ട് കുട്ടി നിന്ന് വിറച്ചു. കുട്ടിയെ ചേർത്ത് പിടിച്ച് അമ്മയും. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ വന്നു എല്ലാവരെയും പിരിച്ചുവിട്ടു. ആ കുട്ടിയെ നിങ്ങൾക്ക് വീട്ടിലിരുത്തിക്കൂടെ? നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ഓരോന്ന് ചെയ്ത് ഞങ്ങൾക്ക് പണിയുണ്ടാക്കല്ലേ? പോലീസുകാരും പോയി. കുട്ടിയെ ചേർത്ത് പിടിച്ച് അമ്മ കുറേ നേരം അവിടെ തന്നെയിരുന്നു. കുട്ടി വീണ്ടും അപ്രത്യക്ഷനാകാനുള്ള പ്രാർത്ഥന തുടങ്ങി. സ്കൂളിൽ പോക്ക് നിർത്തിയപ്പോൾ മുതൽ ഇല്ലാത്തതായിരുന്നു അത്. കുട്ടിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. ആദ്യമൊക്കെ വീടിൻ്റെ പുറത്ത് വന്നിരിക്കുമായിരുന്നെങ്കിലും പിന്നീട് അതും ഇല്ലാതായി. എപ്പോഴും വീടിനകത്തു തന്നെ. അമ്മയ്ക്ക് ജോലിക്കും പോകാൻ വയ്യെന്നായി. കുട്ടി അപ്പോഴേക്കും മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വിട്ടിരുന്നു. എപ്പോഴും പ്രാർത്ഥന മാത്രം, അപ്രത്യക്ഷനാകണം. ദേവിയുടെ ചിത്രം പിന്നീട് ഓലക്കീറിനകത്തേക്ക് വെച്ചില്ല. അതും ചേർത്ത് പിടിച്ച് ഇപ്പോഴും പ്രാർത്ഥന തന്നെ. പുറത്ത് എന്തെങ്കിലും അനക്കം തോന്നിയാൽ നോക്കും. ആരെങ്കിലും തന്നെ ഒറ്റക്കണ്ണാന്ന് വിളിക്കുന്നുണ്ടോ എന്നറിയാൻ. കടയിൽ പോകാൻ പോലും കുട്ടി അമ്മയെ സമ്മതിക്കാതെയായി. അവർ അമ്മയെയും കളിയാക്കും. ഒറ്റക്കണ്ണൻ്റെ അമ്മയെന്ന് വിളിക്കും. എവിടെയും പോണ്ട, ഇവിടെ ഇരിക്കേ, അമ്മയും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കമ്മേ എന്ന് പറയൂ. അടുപ്പിൽ തീ കൂട്ടിക്കൊണ്ടിരുന്ന അമ്മയുടെ അടുത്ത് വന്ന് കുട്ടി വളരെ ദേഷ്യത്തോടെ ചോദിച്ചു. അമ്മ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു പോലും ഇല്ലേ? എനിക്കൊരു സ്വസ്ഥതയുണ്ടാകാൻ അമ്മയ്ക്ക് ഒരാഗ്രഹവും ഇല്ലേ? അമ്മയും ഇനി എന്നെ കളിയാക്കോ? ഒരു ഉൾക്കിടിലം അമ്മയ്ക്കുണ്ടായി. പ്രാർത്ഥിച്ചല്ലോ. ദേവി വഴിയും പറഞ്ഞു തന്നു. കുട്ടി അവിടെ പായയിൽ പോയി കിടന്നോളൂ, അമ്മ വരാം. അനുസരണയോടെ കുട്ടി ദേവിയുടെ ചിത്രം നെഞ്ചോട് ചേർത്ത് വെച്ച് സമാധാനമായി കിടന്നു. നിരസിക്കപ്പെട്ടുവെന്നും നിരന്തരമായ ഭീഷണിപ്പെടുത്തലുകളാലും പരിഹാസത്താലും തകർന്നതായും തോന്നുന്ന കുട്ടി ഒടുവിൽ മാനസിക പ്രശ്നത്തിലേക്ക് എത്തുന്നു.
വ്യത്യസ്തനായതിൻ്റെ പേരിൽ സമൂഹത്തിൽ നിന്നുള്ള നിരന്തരമായ പരിഹാസവും തിരസ്കരണവും മൂലം തളർന്ന കുട്ടി അപ്രത്യക്ഷനാകാൻ ആഗ്രഹിക്കുന്നത് അവൻ ദിനംപ്രതി നേരിടുന്ന ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായാണ്. കുട്ടി ഒറ്റപ്പെട്ടതായി തോന്നുമ്പോൾ പിരിമുറുക്കം വർദ്ധിക്കുന്നു. അമ്മ തൻ്റെ കുഞ്ഞിന് വേണ്ടി ആശ്വസിപ്പിക്കാനും പ്രാർത്ഥിക്കാനും ശ്രമിച്ചിട്ടും സമൂഹത്തിൻ്റെ തിരസ്കരണത്തിൻ്റെ ഭാരം അസഹനീയമായി തീരുന്നു. ഒരു വ്യക്തി തുല്യ യോഗ്യതയുള്ളവരാണെങ്കിലും അവരുടെ ലിംഗഭേദമോ വംശീയ പശ്ചാത്തലമോ കാരണം ഒരു ജോലി സ്ഥലത്ത് അവഗണിക്കപ്പെട്ടേക്കാം. ഒരു അധ്യാപകൻ അറിയാതെ വിദ്യാർത്ഥികളോട് അവരുടെ വംശം, ലിംഗഭേദം അല്ലെങ്കിൽ സാമൂഹിക സാമ്പത്തിക നില എന്നിവയെ അടിസ്ഥാനമാക്കി വ്യത്യസ്തമായി പെരുമാറിയേക്കാം. അത് ആ വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിൽ പഠിക്കുന്നതിനെ ബാധിക്കുകയും അവൻ്റെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ചെറിയ നിമിഷങ്ങളിൽ മുൻവിധി എങ്ങനെയുണ്ടാകുമെന്ന് ഈ ഉദാഹരണങ്ങൾ കാണിക്കുന്നു. എന്നാൽ അവ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മുൻവിധിക്കെതിരെ പോരാടുന്നതിന് നാം സ്വയം വിദ്യാഭ്യാസം നേടുകയും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ശ്രദ്ധിക്കുകയും എല്ലാവരോടും ദയയോടെ പെരുമാറുകയും എല്ലാവരെയും സംരക്ഷിക്കുന്ന ന്യായമായ നിയമങ്ങൾ സൃഷ്ടിക്കുകയും വേണം. ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ദയയുള്ളതും കൂടുതൽ തുല്യവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയും.